friends, welcome back to For Foodies. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ പാൽ ബണ്ണാണ്. ക്രീം ഫില്ല് ചെയ്തൊരു പാൽ ബൺ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുള്ള പാൽ വേണം എടുക്കാൻ. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കളറിന് വേണ്ടിയാണ്. കളറുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഈസ്റ്റിൻ്റെ കാര്യത്തിൽ ആരും പിശുക്ക് വിചാരിക്കരുത്. ഒരു സ്പൂൺ തന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈസ്റ്റും ഗോതമ്പ് പൊടിയും എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാലും പഞ്ചസാരയും കൂടി ഒഴിച്ചു കൊടുക്കാം. പാലും പഞ്ചസാരയും ഒഴിച്ചു കൊടുത്ത് നന്നായി സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിയെടുക്കണം. സ്പൂൺ വെച്ച് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കണം. ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ ഇതാദ്യം നല്ല ലൂസായിരിക്കും, നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അത് കാര്യമാക്കാതെ ഒരു 5 മിനിറ്റോളം നന്നായി നമ്മൾ കൈ വെച്ച് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടും. എന്നാലും ഒരുപാട് ടൈറ്റ് ആയിരിക്കത്തില്ല, ഇതുപോലെ ഇത്തിരി ലൂസായിരിക്കും. ഇനി നമുക്ക് മാവ് പൊങ്ങി വരാൻ വേണ്ടി വെക്കാം. അതിന് വേണ്ടി ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഇത് മൂടിയിടണം. ഇങ്ങനെ ഒരു 1.5-2 മണിക്കൂറോളം വെക്കാം. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ 1.5 മണിക്കൂർ തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് ബണ്ണിനുള്ള ക്രീം റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മുട്ടയുടെ ഉണ്ണി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വൈറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി ഉടച്ചെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഉടച്ചെടുക്കണം. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ബണ്ണുണ്ടാക്കിയപ്പോഴും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 4 സ്പൂൺ പഞ്ചസാര ധാരാളമാണ്. പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. പഞ്ചസാരയും മുട്ടയും എല്ലാം ഞാൻ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ഒരു സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് അര സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി 2 സ്പൂൺ പാലൂടെ ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. കട്ടയില്ലാതെ നല്ലപോലെ ഇളക്കിയെടുക്കണം. ഞാനിത് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് പാല് ഞാൻ ഈ പാനിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ ഇളക്കിയെടുക്കണം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈ എടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ മിക്സ് അത്യാവശ്യം നന്നായി കുറുകി വന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മുടെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഇരട്ടിയോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്നും കൂടി കുഴച്ചെടുക്കണം. ഒരു 3 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ട്. നെയ്യോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് ഈ പാത്രത്തിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. പാത്രത്തിൽ നിന്ന് മാറ്റി ഒരു ടേബിളിലേക്കിട്ട് നന്നായി കുഴച്ചെടുക്കണം. കൈ വെച്ച് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റോളം നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. നമ്മുടെ മാവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇത് കത്തി ഉപയോഗിച്ച് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. മൂന്ന് ഗ്ലാസ് മാവിൽ നിന്ന് ഏകദേശം ഒരു 10 ബോളോളം നമുക്ക് കിട്ടും. ഇനി ഇതെല്ലാം ഓരോ പീസും ചെറിയ ചെറിയ പീസായിട്ട് വീണ്ടും മുറിച്ച് നമുക്ക് ബോളാക്കി എടുക്കാം. ഈ മുറിച്ച് ഓരോ പീസും ബോളാക്കി എടുക്കണം. അതിന് വേണ്ടി ഇതുപോലെ കൈ വെച്ച് നന്നായി ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നമുക്ക് ആ ടേബിളിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടി നല്ല ഷേപ്പിൽ ആ ബോളാക്കി ഓരോന്നും എടുക്കണം. അതിന് ശേഷം അത് ആ ടേബിളിൽ തന്നെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ പീസും നന്നായി ബോളാക്കി എടുക്കണം. ഇവിടെ എല്ലാ പീസും നമ്മൾ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഓരോ പീസും ബോളാക്കിയതിന് ശേഷം ആ ടേബിളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബോളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 15-20 മിനിറ്റൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടി ഒരു നനഞ്ഞ തുണി എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചിടണം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോൾസ് എല്ലാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 എണ്ണ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇത് കോരി എടുക്കാവുന്നതാണ്. നമ്മുടെ ബണ്ണ് ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നമുക്കിനി ഈ ബണ്ണ് ചൂടോടെ തന്നെ പഞ്ചസാരയിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടോടെ ഓരോ ബണ്ണും ഇട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ചൂടോടെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ പറ്റി പിടിച്ചിരിക്കില്ല. 2-3 എണ്ണം എൻ്റെ തണുത്ത് പോയിട്ടുണ്ട്, അതാണ് പറ്റി പിടിക്കാത്തത്. ചൂടോടെ തന്നെ ബണ്ണ് ഓരോന്നും ഇതിലിങ്ങനെ മുക്കി പൊക്കിയെടുക്കണം. ഇനി നമുക്ക് നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിരുന്ന ക്രീം ഒരു ട്യൂബിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ട്യൂബിന് പകരം ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കോർണർ സൈഡ് ഗ്ലാസിൻ്റെ ഉള്ളിലാവുന്ന പോലെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി, ട്യൂബിൻ്റെ ആവശ്യമില്ല. ക്രീമെല്ലാം ഫില്ല് ചെയ്തു. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ നിന്ന് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ സൈഡ് ഒന്ന് കെട്ടി കൊടുക്കണം. ഇനി നമുക്കൊരു കത്രിക വെച്ച് ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓരോ ബണ്ണും ഒരു കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തുളയ്ക്കണം. ഇനി ഉള്ളിലേക്ക് ഇതുപോലെ കമ്പി വെച്ചൊന്ന് കറക്കി കൊടുത്ത് ഇച്ചിരി സ്പേസ് ആക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് കറക്കി എടുത്താൽ മതി. ഇനി ആ തുളച്ച തുളയിലേക്ക് നമ്മുടെ ട്യൂബ് വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ക്രീമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. കൈ എടുക്കാതെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ നിന്ന് കുറച്ച് തിരിച്ച് വരുന്ന തോന്നുന്ന സമയമാകുമ്പോൾ നിർത്തിയാൽ മതി. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ടായിരിക്കും അത് പുറത്തോട്ട് വരുന്നത്. എൻ്റെ ഉള്ളിലെല്ലാം ഫില്ലായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബണ്ണും തുളച്ച് ഫില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം ഫിൽ പാൽ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ മാത്രം ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ പാൽ ബണ്ണാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.